ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കോമഡി കുക്കിൽ ഇന്ന് സൺഡേയിലെ എപ്പിസോഡ് നല്ല ഗംഭീരമായിട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം ഭാവന കുറച്ച് ലേറ്റായിട്ടൊക്കെ വന്ന് എന്തോ വലിയൊരു സർപ്രൈസാണ് ഈ പൂക്കീസിനും നമ്മുടെ കുക്കിനും വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഇൻട്രൊഡക്ഷനൊക്കെ ആയിരുന്നു ടിങ്കിള്. ഭാവന പോയത് വേറൊന്നുമല്ല, സത്യയുടെ മെയിൻ ടീമുമായിട്ട്, സത്യ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മെയിൻ ടീമുമായിട്ടുള്ള ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഡിസ്കഷനും കാര്യങ്ങളും എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് അതെല്ലാം തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട്. വിൻ ചെയ്തവർക്ക് സ്പെഷ്യൽ സമ്മാനങ്ങളുണ്ട്. ഒന്ന് കിടിലാണ് കേട്ടോ. എല്ലാ ദിവസത്തെ പോലെ ഈ ലാപ്ടോപ്പും വാഷിംഗ് മെഷീനും ഒന്നല്ല കെട്ടിയിരിക്കുന്നത്. എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള കണ്ടസ്റ്റന്റിനാണ് ഇത്തവണ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കഴിഞ്ഞ ദിവസത്തിന്റെ കണ്ടിന്യൂഷൻ ആയിരുന്നല്ലോ, അതങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു നമുക്ക് കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നില്ല. ഇന്നത്തെ എപ്പിസോഡായിട്ടുള്ള ഒരു ഫീൽ വരുന്നില്ല. കാരണം ഇന്നലെ കണ്ടതിന്റെ കണ്ടിന്യൂഷനാണ്. ഇന്നലെ ഇട്ട അതേ ഡ്രസ്സുകളും അതൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ അടിപൊളിയായിരുന്നു. നല്ല രസകരമായിട്ട് കുറച്ച് നേരം എല്ലാം മറന്ന് ചിരിക്കാനുള്ള ചില സന്ദർഭങ്ങൾക്ക് ഓർത്തിണക്കിക്കൊണ്ടുള്ള ഒരു എപ്പിസോഡ്. തുടക്കം തന്നെ ട്വിങ്കിളിന്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞതാ. കഴിഞ്ഞ ദിവസത്തെ അഡ്വാൻറ്റേജ് ടാസ്ക് വിൻ ചെയ്തത് അനുമോളും മീനാക്ഷിയാണല്ലോ. അപ്പോൾ അവർക്ക് പ്രൈസൊക്കെ ഇന്നലെ തന്നെ കൊടുത്തിരുന്നു. പക്ഷെ ഇന്ന് അഡ്വാൻറ്റേജ് എന്താണെന്ന് ഇന്ന് അറിയത്തുള്ളൂ. എല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആണ് എന്താണ് അഡ്വാൻറ്റേജ് എന്നുള്ളത്. പക്ഷേ ഇവർക്കൊരു അഡ്വാൻറ്റേജ് ആണോ അതൊരു പണിയാണോ അല്ലെങ്കിൽ പ്രേക്ഷകരെ പിടിച്ചു നിർത്താനുള്ള ഷോ ഡയറക്ടറുടെ അതിബുദ്ധിയാണോ എന്നൊക്കെ നമ്മൾ സംശയിച്ചു പോകും. അത്തരത്തിലുള്ള ഒരു പണിയാണ് കേട്ടോ കൊടുത്തത്. എന്താണെന്ന് വെച്ചാൽ അഡ്വാൻറ്റേജ് ടാസ്കിൽ സാധാരണ എന്താ എല്ലാവർക്കും കൊടുക്കാറ്, ഗ്യാസ് ഓഫാക്കുക, മറ്റുള്ളവരുടെ ഹെൽപ്പർ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുക്കാറ്. പക്ഷേ ഈ തവണ അനുമോൾക്കും മീനാക്ഷിക്കും കൊടുത്തൊരു പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളക്കര കാത്തിരുന്ന ആ ഒരു നിമിഷം അനുമോളും ജിസേലും കിച്ചണിൽ ഒന്നിക്കുന്നു. ബിഗ് ബോസ് നമ്മൾ ഓർത്തു പോകണം, അല്ലെങ്കിൽ ബിഗ് ബോസിനെ പോലെയാണ് എന്ന് ബിഗ് ബോസിന്റെ പ്രേക്ഷകരെയൊക്കെ കോമഡി കുക്കിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങളുടെ തോന്നൽ ഒട്ടും തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്തരത്തിലായിരുന്നു പോക്ക്. ജാസ്മിനൊന്ന് നമ്മുടെ ജിസയിലും അനുമോളും കൂടി ഒരുമിച്ച് ഒരു കിച്ചണിൽ എത്ര മനോഹരമായ നിമിഷങ്ങളല്ലേ. നമ്മൾ ബിഗ് ബോസിൽ സീസൺ 7 നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ രണ്ടാളും കൂടി കിച്ചണിൽ വന്ന് എന്തായിരിക്കും. ഇന്നൊന്നും ഉണ്ടായില്ലേ, വഴക്കൊന്നും ഉണ്ടായില്ലേ, കുക്കിംഗ് ഒന്നും ഉണ്ടാക്കി, ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ വഴക്കുണ്ടാക്കാൻ രണ്ടുപേരും എടുക്കലായിരുന്നു കിച്ചണിൽ കയറുമ്പോൾ, പ്രത്യേകിച്ച് കിച്ചണിൽ കയറുമ്പോൾ. ഈ രണ്ടുപേരെയും കൊണ്ടുവന്നിരിക്കുകയാണ്. കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി രണ്ടാളും തമ്മിലുള്ള ഒരു കണ്ടന്റ്, അത് പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്നതാണെന്ന് അറിയാവുന്നതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ അനുമോള് പറഞ്ഞു ഇവർക്ക് കുക്കിംഗ് അറിയോ, ഹെൽപ്പറായിട്ട് കൊണ്ടുപോകുമ്പോൾ കുക്കിംഗ് അറിയണം. അതൊക്കെ പറ്റേ. ഇന്ന് തീം പറഞ്ഞില്ലല്ലോ ഞാൻ. തീം എന്താണെന്ന് അറിയോ, ഓരോ ആഴ്ച ഒരു തീം ഉണ്ടാവുമല്ലോ. ഇത് അറബിക് ഫുഡാണ് തീം. ഈ അറബിക് ഫുഡ് ഉണ്ടാക്കാൻ പ്യൂർ വെജിറ്റേറിയനായ ജിസേലിനെ കൊണ്ടുവന്നിരിക്കുന്നു. വാവ്. എന്തായാലും ഇതൊരു ഹെൽപ്പ് അഡ്വാൻറ്റേജ് ടാസ്ക് വിൻ ചെയ്തതിൻ്റെ അവർക്ക് കിട്ടിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം ഒന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാ ആഴ്ചയിലും വെച്ച് നോക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് അതിന് ഇവർക്ക് ഇവിടെ പ്യുവർ വെജ് അല്ല, ഇവർക്ക് അറിയോ കുക്കിംഗ്. അപ്പോഴും ജിസേൽ പറയണത് എന്താണെന്നറിയോ, ഞാൻ നിങ്ങളുടെ ഹെൽപ്പറൊന്നും അല്ല, വേണമെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം ഒരു ഹ്യൂമാനിറ്റി വെച്ചിട്ട്. ഈ ഹ്യൂമാനിറ്റിന്ന് വിട്ടുള്ളൊരു കളിയല്ല ജിസേലിന്. നമ്മുടെ ബിഗ് ബോസിലുള്ള അതേ കണ്ടന്റ് ജിസേലിനെ സംബന്ധിച്ച് ഒരു സംഭവം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു ഇതില്ല. ആള് കുറച്ചുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അനുമോളായിട്ടും നെവിനുമായിട്ടാണ്. കാരണം അവർ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നവരാണ്. ബാക്കിയുള്ളവരായിട്ട് അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ല ആള്. എങ്കിലും എന്തൊക്കെയോ ചെയ്തു വെക്കുന്നു, അവരെ കൊണ്ട് അത് ജയിപ്പിക്കുന്നു. അത് അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ജിസേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ പാൻട്രി കീപ്പർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജിസേൽ അല്ലെങ്കിൽ കുറച്ചും കൂടി അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ജിസേലിന് അത് താങ്ങുന്നില്ല. ഇപ്പോൾ 5 ആഴ്ച കഴിഞ്ഞു എന്നിട്ടൊരു ജിസേലിനെ താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. അനുമോളും മീനാക്ഷിയും കഷ്ടപ്പെട്ട് തിന്ന് വിജയിച്ചിട്ട് കിട്ടിയത് വലിയൊരു പണിയാണ്. എന്തായാലും പ്രതീക്ഷിച്ച പോലെ പണി ഉണ്ടാവോ? നോക്കാം. അനുമോളല്ല, ആരെ കൊണ്ട് വേണമെങ്കിലും പണി എടുപ്പിക്കും. അതിനുള്ള കഴിവ്, പ്രത്യേകിച്ചുള്ള കഴിവ് അനുമോൾക്കുണ്ട്. പിന്നെ ഹിൻഡ്രൻസ് ടൈമാണ് ഈ ആഴ്ചയിലെ ഹിൻഡ്രൻസ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ എല്ലാ ആഴ്ചയിലും ഉള്ളതിനേക്കാൾ രസകരമായിട്ടുള്ള ഒരു ഹിൻഡ്രൻസ് ആണ്. നമ്മൾ പ്രേക്ഷകർക്കും കണ്ടിരിക്കാൻ ഇഷ്ടം തോന്നുന്ന ഒരു ഹിൻഡ്രൻസ് ആയിരുന്നു. വേറൊന്നുമല്ല, അതായത് ഈ ഇതിൽ കാണുന്ന പോലെയുള്ള കുറച്ച് ഡ്രസ്സുകൾ, അതായത് ആരയിൽ കെട്ടാനുള്ള സംഭവം അതൊക്കെ കൊടുക്കാം. പിന്നെ ഹെഡ്ഫോൺ അതാണ് മെയിൻ ഹൈലൈറ്റ്. അതിനകത്ത് നല്ല ഭയങ്കര ലൗഡായിട്ട് പാട്ട് വയ്ക്കും, പല പാട്ടുകൾ. കുക്സ് പറയണത് ഒന്നും തന്നെ ഈ പൂക്കീസിന് കേൾക്കാൻ പറ്റില്ല.
അവർ മര്യാദക്ക് പറഞ്ഞിട്ട് തന്നെ മര്യാദക്ക് എല്ലാം കേട്ടിട്ടും മനസ്സിലാക്കിയിട്ട് തന്നെ ഒരു വലിയ കാര്യം ചെയ്യുന്നില്ല. അപ്പോൾ കേൾക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ എങ്ങനെ ഇരിക്കും? അടിപൊളിയായിരിക്കും. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഹിൻഡ്രൻസ്. കാരണം എന്താ വെച്ചാൽ നല്ല പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് അവർ നല്ല അടിപൊളിയായിട്ടൊക്കെ ആ ഒരു എപ്പിസോഡ് ഫുള്ള് അടിപൊളിയായിട്ടുണ്ടായിരുന്നു, പാട്ടും ഡാൻസൊക്കെ ആയിട്ട്. അങ്ങനെ കാരണം നമ്മളെയും കൂടി പാട്ട് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവരെന്ത് പാട്ടാണ് കേൾക്കുന്നതെന്നുള്ളത് നമ്മളെ കൂടി കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ രസമാണ്, നമുക്കും അതിൽ കറക്റ്റായിട്ട് അതിൽ ജെല്ലായിട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. ടാസ്ക് എല്ലാം ഗംഭീരമായിട്ട് കഴിഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവരുണ്ടല്ലോ വെള്ളം ഒഴിക്കേണ്ട, കുക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിന് പകരം വിനാഗിരി കോരി ഒഴിക്കുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം അൻസിബ വെള്ളത്തിന് പകരം ഒഴിക്കുന്നത് വിനാഗിരിയാണ്. വാവ്. അതുപോലെ ജിയോ മച്ചാനാണെങ്കിൽ ഫ്രഷ് ക്രീമിന് പകരം ഷേക്ക് ഇല്ലേ, മിൽക്ക് ഷേക്കൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഡെയിൻ പറയുന്നുണ്ടായിരുന്നു ഇതിലും ഭേദം പായസം ഉണ്ടാക്കിയത്. മന്തിയാണ് ഉദ്ദേശിച്ചത് പുള്ളി, പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ പായസമായി പോയി. അപ്പോൾ ഇനി പായസം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുമ്പോൾ മന്തി ഉണ്ടാക്കിയാൽ മതി വീട്ടിൽ. അമ്മാതിരി ടിപ്സൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇന്നത്തെ കഴിഞ്ഞ ദിവസം. ഞാൻ ഈ ഷോയിൽ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് കുക്കിംഗ് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണെന്ന്. പക്ഷെ ഉണ്ടല്ലോ, ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരാൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് അങ്ങനെ. പക്ഷെ ഉണ്ടാക്കി അവസാനം ഇവർ എങ്ങനെ ഒരു 5-8 ഐറ്റമായിട്ട് വരുന്നത് ഞാൻ ആലോചിക്കുന്നത്. ഫുള്ള് വഴക്കും ബഹളവും പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷേ വാല്യുവേഷൻ്റെ ടൈമിലുണ്ടല്ലോ എല്ലാവരുടെ കയ്യിലും നിറച്ച് ഫുഡ് ഐറ്റം ആയിരിക്കും. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത്, എപ്പോൾ ഉണ്ടാക്കണമെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അടിപൊളിയായിരുന്നു. എല്ലാവരും ഫുഡ് നല്ലതായിരുന്നു. പക്ഷേ അറബിക് തീം കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളാരും അറബി നാട്ടിലൊക്കെ പോയിട്ട് എപ്പോഴും ഫുഡ് കഴിക്കുന്ന ആൾക്കാരൊന്നുമല്ലല്ലോ. അപ്പോൾ അറബിക് തീമിൽ അതിൻ്റെ ഇത് ഫ്ലേവർ ഇത്ര മന്നായിരുന്നു അത്ര മന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇത് ടോപ്പ് 3 എന്ന് പറഞ്ഞുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. ഒരു വിന്നറെ അങ്ങോട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. വിന്നർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിരുന്നു നമ്മുടെ സത്യമായിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ ഭാവനയ്ക്ക്. അതിൻ്റെ എന്താണ് ആ സർപ്രൈസ് എന്നുള്ളത് അറിയിച്ചത്. വേറൊന്നുമല്ല, ഒരു സമ്മാനം ബൗളിൽ പൂക്കീസിൻ്റെയും കുക്സിൻ്റെയും പേര് എഴുതിയിട്ടുണ്ടാവും. അതിൽ നിന്ന് ലോട്ട് എടുത്തിട്ട് അതിൽ ഉള്ള 2 പേർക്ക് AC ആണ് സത്യ കൊടുക്കുന്നത്. 1.5 ലിറ്ററിൻ്റെ സത്യയുടെ AC. ആ അടിപൊളി ചൂടുകാലത്ത് ഒരു AC കിട്ടുന്നത് നല്ലൊരു കാര്യമല്ലേ. അങ്ങനെ AC ഇപ്പോൾ 1.5-നൊക്കെ എത്രയാ ലിറ്ററിനൊക്കെ? എനിക്കൊന്ന് 45-50-50,000 രൂപയൊക്കെ വരുമായിരിക്കും അല്ലേ. അപ്പോൾ അത്രയും വാല്യൂ ഉള്ള ഒരു AC ആണ് കിട്ടുന്നത്. അതാണെങ്കിൽ അശ്വിനാണെങ്കിൽ 3 AC ആണ് വീട്ടിൽ EMI ആയിട്ട് എടുത്തിരിക്കുന്നത്. ആ അശ്വിന് ഈ ഒരു AC കിട്ടുമ്പോഴൊരവസ്ഥ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ആർക്കാണ് കിട്ടിയതല്ലേ, ലോട്ടിട്ടു. കുക്സ് ഏത് കുക്കിനാണ് കിട്ടുന്നത്? 7 കുക്കുണ്ട്. ഈ 7 കുക്കിൽ ആർക്കാണ് കിട്ടുന്നത്? സാബു ചേട്ടൻ. സാബു ചേട്ടൻ്റെ പേര് വിളിച്ചപ്പോൾ സാബു ചേട്ടൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. നമ്മൾ വിചാരിച്ചത് എന്താ, അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും AC കുറേ ഉള്ളതുകൊണ്ടായിരിക്കും ഇപ്പോൾ AC ഇപ്പോൾ വേണ്ടാത്തായിരുന്നു. പക്ഷെ അതല്ല സംഭവം. സാബു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാബു ചേട്ടനെയാണ് AC ഗിഫ്റ്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് അനുമോൾക്ക് കൊടുക്കും, അനുമോൾക്കാണെന്നുണ്ടെങ്കിൽ അത് സാബു ചേട്ടനെ. ഇവരിങ്ങനെ ഒരു പ്ലാനിൻ്റെ ഇടയിൽ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. സാബു ചേട്ടൻ എന്നെ കിട്ടി, അപ്പോൾ സാബു ചേട്ടനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അനുമോൾക്ക് കൊടുക്കണമല്ലോ. മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അനുമോൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അനുമോൾ പോയിട്ട് താങ്ക് യു സത്യ എന്നൊക്കെ പറഞ്ഞത് വാങ്ങിയിട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് അശ്വിൻ്റെ കാര്യം വരുന്നത് കേട്ടോ. അശ്വിനാണെങ്കിൽ 3 AC EMIയിൽ വാങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിലാണ് 4ാമത്തെ AC. ഇത് ഡെയിൻ എടുത്ത് അവിടെ പറയുകയും ചെയ്തു. അശ്വിൻ ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ EMI ആയിട്ടാണ് എടുത്തത്, എനിക്ക് അടയ്ക്കാൻ പൈസ ഇല്ല, അതൊന്ന് കുറച്ച് തരുമോ. അവർ റെഡി പറഞ്ഞു. 3 ACയുടെ EMI അത് ഫ്രീ. എന്തോ സംഭവം അതിൻ്റെ ഉള്ളിലുണ്ട്. അശ്വിന് മാത്രമല്ല അനുമോൾക്കും സാബു ചേട്ടനെയാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ പക്ഷെ അനുമോൾക്കും അത് കൊടുത്തു AC. അപ്പോൾ അനുമോളുടെ വീട്ടിൽ പുതിയ AC വരാണ്. അശ്വിൻ്റെ വീട്ടിൽ പുതിയ AC ആണോ അതോ മറ്റേ EMIയുടെ കട്ടിങ് അതെന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് അറിയില്ല. ഇതായാലും അടിപൊളി. അങ്ങനെ നല്ലൊരു കാര്യം നടന്നു. ഈ ചൂടുകാലത്ത് ഒരു AC കിട്ടുന്നത് വലിയൊരു കാര്യമാണ്. പിന്നീട് പ്രൈസിന് അടുത്തത് ആരാണ് വിന്നർ? ഈ വീക്കിലൊരു വിന്നർ വേണ്ടേ? ആരാണ് വിന്നർ? വാവ്, ഇത് അനൗൺസ് ചെയ്തു. ആരാണ്? ഇതുവരെയും പ്രൈസ് കിട്ടാത്ത ഒരാളാണ് മഹി. വളരെ സന്തോഷമാണ്. പക്ഷെ ഒരു പാവം പയ്യനാട്ടാ ഈ പയ്യൻ. എനിക്ക് തോന്നുന്നു മിക്കവാറും ബിഗ് ബോസിൽ വരും. വേറെ ഒന്നും കൊണ്ടല്ല, ബിഗ് ബോസിലേക്ക് എത്തണേക്ക് മുമ്പ് ആളെ ഒന്ന് ഫേസ് ഒന്ന് ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ടാണോ പുള്ളിനെ കൊണ്ടുവന്നതെന്ന് പോലും എനിക്ക് പലപ്പോഴും തോന്നിപ്പോവാറുണ്ട്. നല്ലൊരു പയ്യനാണ്, അച്ചടക്കത്തോടുള്ളൊരു പയ്യൻ. നല്ലൊരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പുള്ളിയുടെ പാവമൊന്നും. അല്ലാണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ആക്ട് ചെയ്യുന്നതല്ല പാവമാവാൻ വേണ്ടിയിട്ട്. ഈ പുള്ളിയൊക്കെ ബിഗ് ബോസിലൊക്കെ പോയി എങ്ങനെ സർവൈവ് ചെയ്യുന്നോ നമുക്കറിയില്ല. പോകുന്നു എനിക്കറിയില്ല, അത് വേറെ കാര്യം. മഹിക്കാണ് പ്രൈസ് കിട്ടിയത്. മഹിയും പൂക്കിയും പോയിട്ട് ലോട്ടിടുന്നു. പൂക്കിയുടെ ജനം പൂക്കിക്കും കിട്ടുന്നതാണ്. പൂക്കിക്കില്ല. പൂക്കിക്ക് എന്താ കിട്ടുക? പൂക്കിക്ക് കിട്ടുന്നത് സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഈസ്റ്ററിൻ്റെ ഇങ്ങനെയുള്ള പൊടികളാണ് കിട്ടുന്നത്. പക്ഷെ കുക്കിനാണ് കിട്ടുന്നത്. കുക്ക് മൊബൈലാണ് കേട്ടോ ഇത്തവണ കിട്ടിയത്. വളരെ നല്ല കാര്യം. മൊബൈൽ സൂപ്പർ മൊബൈലായിരിക്കും എന്ന് വിചാരിക്കാം. എന്ത് മൊബൈലാണെന്ന് അറിയില്ല. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു.
അപ്പോൾ ഈ ഒരു ഷോയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഭയങ്കര അടിപൊളിയാണെന്ന് വെച്ചാൽ ആ ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ടൈം പാസ്സായിട്ട് കണ്ടിരിക്കാം. അങ്ങനത്തെ ഒരു ഷോയാണ്, അടിപൊളിയാണ്. ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. തമാശ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇങ്ങനെ വന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതൊക്കെ ആ ഒരു ടൈമിൽ അവർ പറയേണ്ട ആൾക്കാർ പറയേണ്ട രീതിയിൽ പറയുമ്പോഴാണ് നമുക്കത് സെൻസ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റാം. അങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഷോ തന്നെയാണ് ഈ പറയുന്ന കോമഡി കുക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ മലയാളത്തിലുള്ള ഏത് ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലുള്ള ഏത് ഷോയിനേക്കാളും അടിപൊളി ഷോയാണ് കോമഡി കുക്ക്. പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ അത്ര എത്തിയെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി എത്തിയിട്ടില്ല. പക്ഷേ അതിലുള്ള കണ്ടന്റുകളും ഒക്കെ കൊണ്ടുവരാൻ പരമാവധി ഇവർ ശ്രമിക്കുന്നുണ്ട്. അനുമോളെ കൊണ്ടുവരുന്നു, സാബുചേട്ടനെ കൊണ്ടുവരുന്നു, ജിസേലിനെ കൊണ്ടുവരുന്നു, നെവിനെ കൊണ്ടുവരുന്നു. അതായത് കഴിഞ്ഞ സീസണാണെങ്കിലും ഇതുവരെയുള്ള സീസൺ എടുത്ത് നോക്കുകയാണെങ്കിലും ഏറ്റവും നല്ല കണ്ടസ്റ്റൻസിനെ എല്ലാം ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ബിഗ് ബോസ് എന്ന കോമഡി കുക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം ആ ഒരു പ്രേക്ഷകരെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത് ആ കണ്ടന്റ് പോലും അത്തരത്തിൽ ഉൾപ്പെടുത്തുന്ന രീതിയിലേക്കാണ് പോകുന്നത്. എന്തായാലും അത്രയും മനോഹരമായിട്ട് ഈ ഷോ പോകാനും പറ്റുന്ന രീതിയിലല്ലല്ലോ ഇതിൻ്റെ പോക്ക് വരുന്നത്, തീം. എന്നാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഷോ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണാം. ഇന്ന് നല്ല രസമാണ്. ഇന്നത്തെ ഷോ അടിപൊളിയാണ്. 9 മണിക്ക് മറക്കാതെ എല്ലാവരും പോയി കാണാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ആഴ്ചയുടെ എന്താകുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും